സമ്മിശ്ര പ്രതികരണങ്ങളുമായി കേരളത്തിൽ പ്രദർശനം തുടരുകയാണ് ചിത്രം ഭാഭാബ. മോഹൻലാൽ അതിഥി വേഷത്തിലെത്തിയ ചിത്രം ആരാധകർ ഏറ്റെടുക്കുകയും ചെയ്തു. എന്നാൽ ഇന്ന് മോഹൻലാൽ ചിത്രം വൃഷഭ എത്തിയതോടെ ഭാഭാബയെ വീഴ്ത്തുമോ എന്നാണ് ഉറ്റുനോക്കുന്നത്. ദിലീപ് നായകനായി ഒടുവിൽ വന്ന ചിത്രമാണ് ഭാഭാബ. നവാഗതനായ ധനഞ്ജയ് ശങ്കറാണ് സംവിധാനം നിർവഹിച്ചത്. ആദ്യ 4 ദിനങ്ങൾ കൊണ്ട് ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ചിത്രം 41.30 കോടി നേടിയതായാണ് നിർമ്മാതാക്കൾ അറിയിച്ചിരുന്നത്. വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ എന്നിവരും നിർണായക വേഷങ്ങൾ ചെയ്യുന്ന ചിത്രത്തിന്റെ ഹൈലൈറ്റ് മോഹൻലാലിന്റെ മാസ് അതിഥി വേഷമാണ്. കേരളത്തിൽ നിന്നും മാത്രമായി 19.8 കോടി രൂപയാണ് ചിത്രം നേടിയത്. പ്രമുഖ ട്രേഡിംഗ് അനലിസ്റ്റുകളായ സാക് നെൽക്കിന്റെ റിപ്പോർട്ടാണിത്. 7ാം ദിവസം മാത്രം 1.15 കോടിയും ചിത്രം നേടി. സമ്മിശ്ര പ്രതികരണമാണ് ചിത്രം നേടിയതും. പുതിയ ക്രിസ്മസ് റിലീസുകൾ എത്തിയതിനാൽ ദിലീപ് ചിത്രത്തിന് ഇനി പിടിച്ചു നിൽക്കാനാകുമോ എന്നാണ് അറിയേണ്ടത്. ഡിസംബർ 22 മുതലുള്ള സ്കൂൾ അവധി ദിനങ്ങളിൽ പോലും 1.5 കോടി കളക്ഷൻ നേടാൻ ചിത്രത്തിന് സാധിച്ചിട്ടില്ല. റിലീസിന് ശേഷമുള്ള ആദ്യ തിങ്കളാഴ്ച മുതൽ ബബ്ബബയുടെ കളക്ഷൻ 1 കോടിക്കും 1.5 കോടിക്കും ഇടയിലാണ്. ചിത്രത്തിന്റെ ഇന്ത്യ നെറ്റ് കളക്ഷൻ 20 കോടിയിലേക്ക് അടുക്കുകയാണ്. വേൾഡ് വൈഡ് കളക്ഷൻ 35 കോടിയും കടന്നു. റിലീസ് ദിനത്തിൽ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് 7.20 കോടി കളക്ട് ചെയ്യാൻ ബബ്ബബയ്ക്ക് സാധിച്ചിരുന്നു. സൂപ്പർ താരം മോഹൻലാലിന്റെ ക്യാമിയോ വേഷമാണ് ആദ്യ ദിനങ്ങളിലെ മികച്ച കളക്ഷന് കാരണം. ദിലീപിന്റെ കരിയറിലെ ഏറ്റവും ഉയർന്ന ആദ്യ ദിന കളക്ഷനാണിത്. 2ാം ദിനം 7 കോടിക്കടുത്ത് കളക്ട് ചെയ്യാൻ സാധിച്ചിരുന്നു. അവധി ദിനങ്ങളായിട്ടും റിലീസിന് ശേഷമുള്ള ആദ്യ ശനി ഞായർ ദിവസങ്ങളിൽ പോലും ബോക്സ് ഓഫീസിൽ അത്ര വലിയ നേട്ടം കൊയ്യാൻ സാധിച്ചിട്ടില്ല. ശനിയാഴ്ച കേരളത്തിൽ നിന്ന് 2.16 കോടിയും ഞായറാഴ്ചയിൽ 2.27 കോടിയുമാണ് ലഭിച്ചത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.